നമ്മളിന്ന് ഡൽഹിയിൽ ക്ലബ്ബുകാരായിട്ടൊക്കെ നടത്തുന്ന വടംവലി, അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോവുക. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ബാക്കി കാണാം. എങ്ങനായിരിക്കും, എവിടെയാണോ ഒന്നും അറിയത്തില്ല. നമ്മളിങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞപ്പാട് നമ്മൾ ചാടി കയറി അങ്ങ് ഇറങ്ങിയിരിക്കുക. ഞങ്ങളുടെ സ്ക്വാഡായിട്ട് വരുന്നത് ചേട്ടനാ, നമ്മളെ സ്വന്തം ചേട്ടൻ്റെ പുറകെ ഞങ്ങളും വിട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. ഞങ്ങളെന്തായാലും മെട്രോയിലാണ് പോയത്. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുക. കാര്യം നമ്മുടെ നാട്ടിൽ നിന്ന് മലയാളി ക്ലബ്ബുകാർ, ഇവിടെ ഡൽഹിയിൽ താമസിക്കുന്നവർ മലയാളി ക്ലബ്ബ് രൂപീകരിച്ച് അവിടെ വെച്ചൊരു പ്രോഗ്രാമൊക്കെ നടത്തുക എന്ന് വെച്ചാൽ എന്താ അല്ലേ. അപ്പം മെട്രോയിൽ ഞങ്ങൾ ആദ്യം കയറിയപ്പോൾ ഒട്ടും തിരക്കില്ലായിരുന്നു. പിന്നെ നല്ല തിരക്കായി. ഞങ്ങൾ ഫസ്റ്റ് സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സുഖമായിട്ടിരുന്ന് പോകാനുള്ള സീറ്റ് ഉണ്ടായിരുന്നു. നല്ല ദൂരവും ഉണ്ടായിരുന്നു. 1.5 മണിക്കൂർ ഞങ്ങൾക്ക് മെട്രോയിൽ ഇരിക്കേണ്ടി വന്നു. പിന്നെ അവിടുന്ന് ഒരു 5 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടുന്ന് ഞങ്ങളൊരു ഓട്ടോ എടുത്ത് അങ്ങനെയായിരുന്നു പോയത്. ഞങ്ങൾക്ക് ശരിക്കും അങ്ങോട്ട് പോകാനുള്ള ഐഡിയ ഒന്നും അറിയത്തില്ല. ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിനോട് ലൊക്കേഷൻ ചോദിച്ചാൽ ഞങ്ങൾ പോയത്. അവിടെ ചെന്നപ്പോഴത്തേക്കും ആളുകളൊക്കെ ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട്. കാര്യം 2:30 പ്രോഗ്രാം തുടങ്ങി. ഞങ്ങൾ അവിടെ എത്തുന്നത് 3:30 കഴിഞ്ഞു. മീൻസ് 4 മണി എന്തോ ആയി, 4 മണിയോട് അടുപ്പിച്ചായി. ആ സമയത്താണ് ഞങ്ങൾ അവിടെ എത്തുന്നത്. അവിടെ ചെന്നപ്പോഴത്തേക്കും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ശക്തമായ ഗ്രൗണ്ടിൽ അണിനിരക്കുക. ഇതാ സന്നിധി ബി ടീം ഗ്രൗണ്ടിൽ എത്തിക്കഴിഞ്ഞു. ഫിറ്റ്നസ് 7 സ്പോൺസേർഡ് ബൈ. ബാക്ക്ഗ്രൗണ്ടിൽ ടീമിനെ വെൽക്കം ചെയ്യാനും അനൗൺസ്മെന്റിനും ഒക്കെ നിൽക്കുന്ന ആളുടെ വോയിസ് ഒരു രക്ഷയില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ വടം വലിക്കുന്നവരുടെ, നമ്മളെ കാണികളായിട്ടിരിക്കുന്ന നമ്മുടെയൊക്കെ ആവേശം ഏറ്റവും കൂടുതൽ കൂട്ടിയത് അയാൾ തന്നെയാണെന്ന് പറയാം. നന്നായിട്ട് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ അയാൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് സ്പോൺസർ ചെയ്തത് ക്ലബ്ബുകാരായിട്ട് നടത്തിയതാണെങ്കിലും സ്പോൺസർ ചെയ്തത് നമ്മുടെ അവിടെ തന്നെ താമസിക്കുന്ന മലയാളികളായിട്ടാണ് സ്പോൺസർ ചെയ്ത് നടത്തി. ഇപ്പോൾ വിജയികൾക്ക് 15,000 രൂപ, ഫസ്റ്റ് പ്രൈസ് 15,000 രൂപയാണ്. പെണ്ണുങ്ങളുടെ ഉണ്ടായിരുന്നു, ആണുങ്ങളുടെ ഉണ്ടായിരുന്നു. പെണ്ണുങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് 5,000, സെക്കൻഡ് പ്രൈസ് 2,000 അങ്ങനെയായിരുന്നു. പക്ഷെ ആണുങ്ങളുടെ എന്ന് വെച്ചാൽ ഫസ്റ്റ് പ്രൈസ് 15,000, സെക്കൻഡ് 10, തേർഡ് 7, 5 അങ്ങനെ വെച്ചിട്ടാണ് പോയത്. കാര്യം ആണുങ്ങളുടെ നല്ല കോമ്പറ്റീഷൻ ആയിരുന്നു. ഒരു 7-8 ടീമോളം ഉണ്ടായിരുന്നു. പെണ്ണുങ്ങൾക്ക് കോമ്പറ്റീഷൻ കുറവായിരുന്നു. കാര്യം 3 ടീമേ ടോട്ടൽ ഉള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഫസ്റ്റ് പ്രൈസിന്റെ എമൗണ്ടും കുറവ്. പക്ഷെ ആണുങ്ങൾക്ക് അങ്ങനെ അല്ലായിരുന്നു. ഒരു 7-8ഓളം ടീം ഉണ്ടായിരുന്നു. അവർക്ക് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പ്രൈസ് ഇത്ര എമൗണ്ട് കൊടുക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ഇവർക്ക്, നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് നമുക്കറിയാത്തത്, ഇവർ നല്ല ട്രെയിൻഡ് ആയിട്ടുള്ളവരാ. ഇവിടെ തന്നെ ഇങ്ങനെ പഠിക്കാനായിട്ട് വന്നവരുണ്ട്, ജോലിക്ക് എയർഫോഴ്സിൽ ജോലിയുള്ളവർ, ആർമിയിൽ ജോലിയുള്ളവർ, ഇവിടെ താമസിക്കുന്ന മലയാളികൾ, അങ്ങനെയുള്ളവരെല്ലാം കൂടെ ചേർന്നാണ് ഈ വടംവലി ഓരോ ടീം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം അവർക്ക് നല്ല ട്രെയിനിങ്ങും ഉണ്ട്. കാര്യം മലയാളികളെല്ലാം ഇടയ്ക്കിടയ്ക്ക് പരിപാടി ഇങ്ങനത്തെ നടത്തുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്കതിനെപ്പറ്റി അറിയാത്തത് കൊണ്ടാണ്. ശരിക്കും നല്ല രീതിയിൽ നല്ല പരിപാടിയായിരുന്നു. ഒട്ടും ബോറടിപ്പിച്ചില്ല. വെയിലുണ്ടായിരുന്നു. വെയിലൊന്നും അറിഞ്ഞതേ ഇല്ല സത്യം പറഞ്ഞ. ആരംഭിക്കുന്നു. ഫിറ്റ്നസ് 7 സ്പോൺസേർഡ് ബൈ സൗഹൃദം ടീം ഗ്രീൻ തമ്മിലുള്ള മത്സരമാണ്. യുവരക്തം ഇത്തവണ വിജയം നേടുമോ, അതോ കൈരളി വിജയം ആവർത്തിക്കുമോ? ഇത്തവണ കൈരളി ടീം ബി തന്നെ വിജയിക്കുമോ? അവരുടെ നിശ്ചയദാർഢ്യത്തിൽ 2ാം ഘട്ട വിജയം അവർക്ക് അനുകൂലമാകുമോ? ഇതാ കൈരളി ടീം ബി. ലേഡീസൊക്കെ കയറിയതും കണ്ട് ഇറങ്ങിയതും കണ്ട്. കാര്യം പെട്ടെന്നായിരുന്നു, 5 മിനിറ്റ് പോലും എടുത്തില്ല. എതിർ ടീമിലുണ്ടായിരുന്നവരൊക്കെ നല്ല പഠിക്കാൻ വന്ന കൊച്ചു പിള്ളേരായിരുന്നു. വലിയ വെയിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. എതിർത്ത് നിൽക്കാൻ അത്ര ആരോഗ്യമില്ലാത്തവരായിരുന്നു. പക്ഷെ ഈ യെല്ലോ ഡ്രസ്സ് ഇട്ടിരിക്കുന്ന ടീമില്ലേ, അവർ കൊള്ളായിരുന്നു. അവർ നല്ല രീതിയിൽ നിന്ന് വലിച്ച് പെട്ടെന്ന് തന്നെ തീർന്നു. ലേഡീസിൻ്റെ അത് പെട്ടെന്ന് തന്നെ തീർന്നു. കുറച്ച് നേരത്തെ കാര്യമുള്ളായിരുന്നു. മത്സരം വനിതാ വിഭാഗത്തിന്റെ ഈ മത്സരത്തിൽ നിങ്ങളുടെ കൈയടികളാണ് അവർക്ക് വേണ്ടത്. ഇതാ ടീം ബി എന്ന തരംഗം ആശ്രം. കണ്ടില്ലേ, പെട്ടെന്ന് അവരുടെ ടീം പോയത്. പിന്നെ ഇരുന്നിരുന്ന് ഒരുപാട് ലേറ്റായി. സമയം പോയത് അറിഞ്ഞില്ല, ഇരുട്ടി. അത് കാരണം കൊണ്ട് ഞങ്ങൾ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ ഇറങ്ങി. അവിടെ ഇറങ്ങുന്ന വാതിക്ക് തന്നെ നമ്മുടെ മലയാളികളെല്ലാവരും കൂടെ ആയിട്ട് ഒരു ഹോട്ടൽ പോലെ, ചെറിയൊരു തട്ടുകട പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ കേരള ഹോട്ടലിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം റേറ്റ് കുറവായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് പാഴ്സൽ മേടിച്ച് ഇറങ്ങി.
ഇപ്പം ഞങ്ങളുടെ വടംവലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് പോകാനായിട്ടിരിക്കുക. മെട്രോ സ്റ്റേഷനിൽ വന്നിരിക്കുക. ഇനി മെട്രോ കയറി വീട്ടിലോട്ട് ഇല്ല. നല്ല ക്ഷീണമുണ്ട്. ഞങ്ങൾ എങ്ങനെയായാലും ഒരു 2 മണിക്കൂറോളം നിന്നല്ലേ അവിടെ. അതെ, ആദ്യം ഭയങ്കര തിരക്കായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ടിലെ 2-3 പേര് മാറിയപ്പോൾ ഇരിക്കാൻ സീറ്റ് കിട്ടി. അങ്ങനെ ഇരുന്നാ കണ്ടത്. പക്ഷെ നിന്ന് കാണുമ്പോൾ ഒരു വൈബ് വേറെ തന്നെ. അതെ, കൈയടിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ ഒരു മൂടുണ്ടായിരുന്നു. ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എങ്ങനെയും ചാച്ചിക്കിടന്ന് ഉറങ്ങണമെന്നായി. പൊടിയിൽ പൊളിച്ചിരിക്കല. അതെ, ഇനി വീട്ടിൽ ചെന്നിട്ട് ബാക്കി.